ബോളിവുഡിലെ നായികാ നിരയിൽ സ്വന്തമായ ഒരു സ്ഥാനം നേടാൻ കഴിഞ്ഞ താരമാണ് വിദ്യാ ബാലൻ. മലയാളിയാണെങ്കിലും ഉറുമി എന്ന മലയാള സിനിമയിൽ മാത്രമാണ് വിദ്യാ ബാലനെ ഇതുവരെ പ്രേക്ഷകർ കണ്ടത്. ബോളിവുഡിലെ പ്രമുഖ നിർമ്മാതാവായ സിദ്ധാർത്ഥ് റോയ് കപൂറിനെയാണ് വിദ്യാ ബാലൻ വിവാഹം ചെയ്തത്. ആദ്യ 2 വിവാഹ ബന്ധങ്ങൾ പരാജയപ്പെട്ട സിദ്ധാർത്ഥിന്റെ 3ാം വിവാഹമായിരുന്നു വിദ്യാ ബാലനുമായി. 2012-ലാണ് ഇരുവരും വിവാഹിതരായത്. 2013-ൽ വിദ്യ നായികയായി പുറത്തിറങ്ങിയ ഖൻചക്കർ എന്ന സിനിമ നിർമ്മിച്ചത് സിദ്ധാർത്ഥ് റോയ് കപൂറാണ്. പിന്നീട് ഇരുവരും ഒരുമിച്ച് സിനിമകൾ ചെയ്തിട്ടില്ല. ഇതേക്കുറിച്ച് നേരത്തെ വിദ്യാ ബാലൻ തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട്. രണ്ടുപേരും ആലോചിച്ചെടുത്ത തീരുമാനമാണിതെന്നാണ് വിദ്യാ ബാലൻ പറയുന്നത്. ഒരുമിച്ച് സിനിമ ചെയ്യില്ലെന്ന് താനും സിദ്ധാർത്ഥും തീരുമാനിച്ചതാണ്. കാരണം മറ്റ് അഭിനേതാക്കൾക്ക് അദ്ദേഹം നൽകുന്ന പ്രതിഫലം താൻ നോക്കും. മറ്റൊരു ആക്ടർക്ക് കൂടുതൽ പ്രതിഫലം നൽകുന്നത് തനിക്ക് ഇഷ്ടമല്ല. കാരണം അദ്ദേഹത്തിന്റെ കണ്ണിൽ ഏറ്റവും മൂല്യമുള്ള വ്യക്തി താനായിരിക്കണമെന്നും വിദ്യ തമാശയോടെ പറഞ്ഞു. ഖൻചക്കർ എന്ന സിനിമ റിലീസ് ചെയ്ത് പരാജയപ്പെട്ടപ്പോൾ തങ്ങൾ രണ്ടുപേരും വിഷമഘട്ടത്തിലൂടെയാണ് പോയത്. അപ്പോഴാണ് താൻ ഇക്കാര്യം പറഞ്ഞത്. കാരണം ഒരാൾ വിഷമഘട്ടത്തിലൂടെ പോകുമ്പോൾ മറ്റൊരാൾക്ക് നിനക്കൊപ്പം ഞാനുണ്ട് എന്ന് പറയാൻ പറ്റണം. രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുന്ന സിനിമ പരാജയപ്പെട്ടാൽ ആർക്കും പരസ്പരം ആശ്വാസം പകരാൻ പറ്റില്ലെന്നും വിദ്യാ ബാലൻ വ്യക്തമാക്കി. കരിയറിൽ നേടിയ നേട്ടങ്ങൾ ഭർത്താവ് നിർമ്മാതാവായതുകൊണ്ടാണെന്ന് ആളുകൾ പറയരുതെന്ന് തനിക്കുണ്ട്. ഇതും ഒരുമിച്ച് പ്രവർത്തിക്കാത്തതിന് കാരണമാണെന്ന് വിദ്യാ ബാലൻ കൂട്ടിച്ചേർത്തു. വളരെ കഷ്ടപ്പെട്ടാണ് ഒരാൾ ഇവിടം വരെ എത്തുന്നത്. സ്വന്തം പ്രൊഡക്ഷൻ ഹൗസ് ഇല്ലേ എന്ന് ആളുകൾ ചോദിക്കും. അത് ഭർത്താവിന്റേതാണ്. ആ വ്യത്യാസം ആളുകൾ മനസ്സിലാക്കുന്നില്ലെന്നും വിദ്യാ ബാലൻ പറഞ്ഞു. വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള തന്റെ സങ്കല്പത്തെക്കുറിച്ചും വിദ്യ ഒരിക്കൽ സംസാരിക്കുകയുണ്ടായി. വിവാഹം 2 വ്യക്തികൾ തമ്മിൽ മാത്രമാണ്. ഇന്ത്യയിൽ ഒരാളെ നമ്മൾ വിവാഹം ചെയ്യുമ്പോൾ ആ കുടുംബത്തെയാണ് വിവാഹം ചെയ്യുന്നതെന്ന് പറയും. അതെല്ലാം മണ്ടത്തരമാണ്. വിവാഹം 2 വ്യക്തികൾ തമ്മിലാണ് നടക്കുന്നതെന്നാണ് താൻ ചിന്തിക്കുന്നത്. ആ ബന്ധം നിലനിൽക്കുന്നതിനോ തകരുന്നതിനോ ആ 2 വ്യക്തികൾ മാത്രമാണ് കാരണക്കാർ. ദമ്പതികൾക്കിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും മറ്റാരോടും ചർച്ച ചെയ്യരുതെന്നും വിദ്യാ ബാലൻ അഭിപ്രായപ്പെട്ടു. അതേസമയം നീയാട്ടാണ് താരത്തിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. എന്നാൽ സിനിമ കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല. ദോ ഓർ ദോ പ്യാറാണ് നടിയുടെ പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമ. കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയിരുന്നു. ഈ മാർച്ചിലാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. പോസ്റ്ററിൽ വിദ്യാ ബാലൻ സെന്തിൽ രാമമൂർത്തിയെ കെട്ടിപ്പിടിക്കുന്നതും ഇലിയാന ഡിക്രൂസ് പ്രദീപ് ഗാന്ധിയെ ആലിംഗനം ചെയ്യുന്നതും കാണാം. മലയാള ചിത്രം കാതലിൽ വിദ്യാ ബാലനെ നായികയായി പരിഗണിച്ചിരുന്നെന്ന് സംവിധായകൻ ജിയോ ബേബി അടുത്തിടെ പറയുകയുണ്ടായി. എന്നാൽ ആ കാസ്റ്റിംഗ് നടന്നില്ല. പകരം ജ്യോതികയാണ് കാതലിൽ നായികയായി എത്തിയത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.